സി നമ്മൾ പലപ്പോഴും ഈ സെക്ഷൽ അബ്യൂസുകളൊക്കെ കുട്ടികൾ നേരിടുന്ന ചില സിറ്റുവേഷൻസിൽ ഇവർക്കിത് നമ്മളോടൊന്ന് പറയാനുള്ളൊരു സ്പേസ് പോലും കിട്ടാത്തത്, അതായത് മുതിർന്ന ഒരാൾ അതിനകത്ത് ഇൻവോൾവ് ആവുമ്പോൾ കുട്ടി അതങ്ങനെ ചെയ്യണം, അതല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യുന്നത് ഒരു തെറ്റാണോ, അതിന് ഈ കുട്ടിയുടെ ഭാഗത്താണോ മിസ്റ്റേക്ക്, അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് കുട്ടിയുടെ ഭാഗത്താണോ മിസ്റ്റേക്ക് എന്നുള്ളത് കുട്ടികൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരുന്നതുകൊണ്ടാണ്. ഇതൊക്കെയാണ് സ്ഥിരം ഡയലോഗ്. നിന്റെ തൊട്ടവിടെ എന്താ മുരുകിപ്പോൾ ഒരു ഉമ്മ കൊടുത്താൽ അപ്പോൾ എന്താ പ്രശ്നം, കുഞ്ഞെ ഉമ്മ കൊടുക്കുക, മര്യാദയ്ക്ക് ഉമ്മ കൊടുത്തോ. കുട്ടികളെ നമ്മൾ പലപ്പോഴും കാണുന്നത് നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് പലപ്പോഴും കുട്ടികളെ കാണുന്നത്. അങ്ങനെ ഞാൻ അവളോട് പറയാനുള്ളൊരു കാര്യം, അവളുടെ ഇഷ്ടമില്ലാതെ അവളിപ്പോൾ ഒരാളുടെ കാലിൽ തൊടുകയോ അല്ലെങ്കിൽ വേറൊരാളെ ഫിസിക്കലി അവൾ പോയിട്ട് ടച്ച് ചെയ്യേണ്ട കാര്യമില്ല. അവൾക്ക് ഇഷ്ടമില്ലാത്ത സമയത്ത് എന്നുള്ളത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കൂടിയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. നമുക്കിന്നൊരു കഥ പറഞ്ഞു തുടങ്ങാം, ഒരു സംഭവ കഥ. അതായത് പത്മയ്ക്കൊരു 3.5-4 വയസ്സടുത്ത് പ്രായമുള്ള സമയം നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുന്നു. ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന, അതായത് കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും അറിയുന്ന, വളരെ നമ്മളൊക്കെ അങ്ങനെ റെസ്പെക്റ്റോടെ അങ്ങനെയൊക്കെ കാണുന്ന ഒരു പേഴ്സണെ നമ്മൾ ഒരിടത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഹായ് ഒക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു. അപ്പം പത്മയെ ഞാൻ എടുത്തിരിക്കുകയാണ് കേട്ടോ, അവൾ ഇങ്ങനെ എൻ്റെ എളിയിലിരിക്കുക. അപ്പോൾ ഇദ്ദേഹം ഈ കുട്ടീനെ, ഒരു കുട്ടി നമ്മുടെ കയ്യിലിരിക്കുമ്പോഴേക്കും നമ്മൾ ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ അവരിങ്ങനെ കുട്ടീനെ കളിപ്പിക്കുമല്ലോ, ആ മോളെ ടുക്കുടുവാവേ എന്നൊക്കെ പറയും നമ്മൾ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇവളുടെ കവിളിൽ പുള്ളി ഇങ്ങനെ ഒന്ന് തട്ടി. അപ്പോൾ അവൾക്കത് ഇഷ്ടമായില്ല. ബിക്കോസ് അവളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വലിയ റെസ്പെക്റ്റ് കാണിക്കുന്നതൊന്നും അവൾക്ക് വിഷയമല്ലോ, അവളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്ട്രേഞ്ചറാണ്. അപ്പോൾ അവൾ എന്ത് ചെയ്തു, അവളിങ്ങനെ ഈ മുഖം വെച്ച് ഇതിങ്ങനെ തുടച്ച് കളഞ്ഞു. അത് തൊട്ട് കഴിയുമ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ തൂത്ത് കളയുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, അപ്പോൾ ഇവൾക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൾ ഇങ്ങനെ അങ്ങ് തുടച്ച് കളഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അതൊരു ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, ഇവളുടെ കയ്യിലൊന്ന് തോണ്ടി. അപ്പോൾ കയ്യിൽ തോണ്ടിയപ്പോഴും ഇവൾ ഇങ്ങനെ തൂത്ത് കളഞ്ഞു. അതായത് പിന്നെ ഇതൊരു ഗെയിമായി മാറി. അപ്പോൾ പുള്ളി ഇവിടെ തോണ്ടി, അവൾ അതും തൂത്ത് കളഞ്ഞു. അപ്പോൾ ഇവൾ വിസിബിളായിട്ട് ഇത് കാണിക്കുന്നുണ്ട് ഇവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. അപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നറിയോ, പുള്ളി ഇവളുടെ പുറത്ത്, ഇവൾ എൻ്റെ എളിയിൽ ഇങ്ങനെ ഇരിക്കുക, പെട്ടെന്ന് ഇവളുടെ പുറത്ത് ഇങ്ങനെ തോണ്ടി. എന്നിട്ട് പറഞ്ഞു ഇനി നീ എന്ത് ചെയ്യുമെന്ന് കാണട്ടെ എന്ന്. അപ്പോൾ ഇവളുടെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ നേരെ തിരിഞ്ഞിട്ട് എൻ്റെ കവിളിൻ്റെ ഒറ്റ അടി. അപ്പം എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. വെച്ചാൽ ഈ അടി എനിക്കുള്ളതല്ല, അത് പുള്ളിക്കിട്ട് അടിച്ച പോലത്തെ ഒരു ഫീലായിപ്പോയി. കാരണം പുള്ളിയോടുള്ള ദേഷ്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഇവളൊരു ഒറ്റ സ്ലാപ്പ് എൻ്റെ കവിളിൽ. അപ്പോൾ ഞാനും വല്ലാണ്ടായി. ഞാൻ പറഞ്ഞു അവൾക്ക് എങ്ങനെ അവളെ ഇഷ്ടമില്ലാത്തവരാരും തൊടുന്ന, അവൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ സിറ്റുവേഷൻ ഒരു വിധത്തിൽ ഊരി പോന്നു. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി സത്യത്തിൽ അത് എനിക്ക് കിട്ടേണ്ട അടിയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ദിസ് ഇസ് ലൈഫ് അൺഎഡിറ്റഡ് വിത്ത് മീ അശ്വതി. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം കുട്ടികളുടെ കൺസെൻ്റാണ്. നമ്മൾ ഏറ്റവും അധികം നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്ത് കളയുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ പെർമിഷൻ. അതായത് അവരെ തൊടാൻ അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് മേടിച്ചെടുക്കാനൊക്കെ നമ്മൾ അവരുടെ കൺസെൻറ്റ് ചോദിക്കണം, അല്ലെങ്കിൽ അവരുടെ കൺസെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം പലപ്പോഴും നമ്മളിത് റിയലൈസ് ചെയ്യാറില്ല. കുട്ടികളെ നമ്മൾ പലപ്പോഴും കാണുന്നത് നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് പലപ്പോഴും കുട്ടികളെ കാണുന്നത്. നമ്മൾ കുട്ടികളെ എടുക്കും, നമ്മൾ അവർക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ചിലപ്പോൾ അവരെ ഉമ്മ വെക്കും, അവരെ ഹഗ് ചെയ്യും, അവരിങ്ങനെ സ്ക്വീസ് ചെയ്യും. ഇവരൊക്കെ പലതരത്തിൽ കുട്ടികൾ അവർക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മളത് ചിലപ്പം ഇഗ്നോർ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇത് ഞാനൊരു വലിയ പേരൻറ്റിങ് എക്സ്പേർട്ട് ആയിട്ടൊന്നും അല്ല നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ പേരൻറ്റ് നമ്മളൊരു അമ്മ എന്നുള്ളൊരു ഫേസിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഇത്തരം പല കാര്യങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കുന്നതും നമ്മളതിനെക്കുറിച്ച് പഠിക്കുന്നതും കൂടുതൽ വായിക്കുന്നതും. അപ്പോൾ എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഞാൻ അറിഞ്ഞ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാം, നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് അതിനകത്ത് എന്താണെന്നുള്ളത് അറിയാം, അങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ളൊരു വേദിയാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളോടിപ്പോൾ ഇത് സംസാരിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ കൺസെൻറ്റ്, വേറൊരു എക്സാമ്പിൾ എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുറത്ത് വെച്ച് വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന മുതിർന്ന ആരെങ്കിലും, ഇപ്പോൾ അവരുടെ പാണ്ഡിത്യം കൊണ്ടോ അവരുടെ പ്രായം കൊണ്ടോ അറിവ് കൊണ്ടോ ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകളെ കാണുകയാണെങ്കിൽ, ഞാനും ശ്രീയും ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ പഠിച്ചു വന്നൊരു പാറ്റേൺ അനുസരിച്ച് നമ്മൾ പെട്ടെന്ന് ഇവരെ കാണുമ്പോഴേക്കും കാല് തൊട്ട് തൊഴുന്നൊരു ഹാബിറ്റ് ഉണ്ട്. അത് നമുക്കതൊരു പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. കാരണം നമ്മളിത് വർഷങ്ങളായിട്ട് നമ്മൾ കുഞ്ഞിലെ തൊട്ടത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു തോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളെ റെസ്പെക്റ്റ് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗം, ഒരു ഇന്ത്യൻ മെത്തേഡാണ് റെസ്പെക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ ഈഗോ, അവരുടെ ഒരു അറിവിൻ്റെ മുന്നിൽ നമ്മുടെ ഈഗോ നമ്മൾ
കളയുകയാണ് എന്നുള്ള തരത്തിലുള്ള അങ്ങനെയൊക്കെ ഞങ്ങൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ അതിനെയൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ അത് കുട്ടികൾ ചിലപ്പോൾ അത് അങ്ങനെ തന്നെ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അതിന് കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരാളെ നമ്മൾ കാണേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ ആളെ കാണേണ്ട ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പത്മ എൻ്റെ അടുത്ത് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, ഞാൻ കാലയെ തൊട്ട് തൊഴുവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഐ സെഡ് ഓക്കെ, പകരം ഞാൻ നമസ്തേ പറയാം, അതുപോലെ. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ദാറ്റ് ഇസ് ഓക്കെ, മോൾക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു കാര്യം. അപ്പോൾ അവൾ പറയുന്നത് എനിക്കൊരാളുടെ കാലിൽ തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അവൾ ക്ലിയർ ആയിട്ട് അവൾ പറഞ്ഞു. അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്കത് ഇഷ്ടമല്ല, പകരം ഞാൻ നമസ്തേ പറയാം. അവൾ തന്നെ വേറൊരു ഓൾട്ടർനേറ്റ് പറയുകയും ചെയ്തു, നമസ്തേ പറഞ്ഞാൽ പോരെ. അപ്പോൾ ഞാൻ പറഞ്ഞു മതി, നിനക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം മാത്രം നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഞാൻ അവളോട് പറയാനുള്ളൊരു കാര്യം, അവളുടെ ഇഷ്ടമില്ലാതെ അവളിപ്പോൾ ഒരാളുടെ കാലിൽ തൊടുകയോ അല്ലെങ്കിൽ വേറൊരാളെ ഫിസിക്കലി അവൾ പോയിട്ട് ടച്ച് ചെയ്യേണ്ട കാര്യമില്ല. അവൾക്ക് ഇഷ്ടമില്ലാത്ത സമയത്ത് എന്നുള്ളത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കൂടിയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ ഗസ്റ്റുകളൊക്കെ വരും. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഗസ്റ്റുകൾ പോകാൻ ഇറങ്ങുന്ന സമയത്ത് പിള്ളേരോട് പറയും അങ്കിളുടെ ഒരു ഉമ്മതായോ അല്ലെങ്കിൽ ആൻറ്റിക്ക് ഒരു ഉമ്മതായോ എന്ന് പറയുന്നത്. അത് നമ്മളാണെങ്കിലും പറയൂല്ലേ, കുഞ്ഞുങ്ങളോട് ഒരു ഉമ്മ തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഭയങ്കര നമുക്ക് ഇൻറ്റിമസി ഉള്ള കുട്ടികളാണ്. ഈ കുട്ടികൾക്ക് നമ്മളോട് ആ ഒരു കണക്ട് ഉണ്ടെങ്കിൽ കുട്ടികൾ നമുക്ക് ഉമ്മ തരും, ചിലപ്പോൾ അവർ ഹഗ് ചെയ്യും, അല്ലെ അവർ നമ്മുടെ തോളിൽ കയറി ഇരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ കൂടെ പോരാൻ ഇറങ്ങുക വരെ ചെയ്യുന്ന കുട്ടികളുണ്ട്. പക്ഷേ ചില കുട്ടികൾ ഭയങ്കര ക്ലിയർ ആയിട്ട് എനിക്ക് ഉമ്മ തരാൻ താല്പര്യമില്ല എന്നുള്ള തരത്തിൽ പുറകോട്ട് തിരിഞ്ഞിരിക്കും. അപ്പോൾ ആസ് പേരൻസ് നമ്മളും പലപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ കുട്ടിയെ ഫോഴ്സ് ചെയ്യും. കാരണം നമുക്കിതൊരു ഈഗോ പ്രശ്നമാണ്. നമ്മുടെ കുട്ടിക്ക് ഉമ്മ കൊടുക്കാനൊക്കെ അറിയാമല്ലോ. പക്ഷേ കുട്ടിക്ക് ചിലപ്പോൾ ഇവരുമായിട്ട് അത്ര ഒരു കണക്ട് ഇല്ലെങ്കിൽ പോലും നമ്മൾ പറയും അവർക്കൊരു ഉമ്മ കൊടുത്താൽ നിനക്ക് എന്താ, നിന്നെ അങ്ങ് തൊട്ടാണ്ട് ഉരുകി പോവോ? ഇതൊക്കെയാണ് സ്ഥിരം ഡയലോഗ്. നിൻ്റെ തൊട്ടവിടെ എന്താ ഉരുകി പോകും, ഒരു ഉമ്മ കൊടുത്താൽ അപ്പോൾ എന്താ പ്രശ്നം, കുഞ്ഞെ ഉമ്മ കൊടുക്കുക, മര്യാദയ്ക്ക് ഉമ്മ കൊടുത്തോ. ലൈക്ക് ഇങ്ങനെ നമ്മൾ കുട്ടിയെ ഫോഴ്സ് ചെയ്യും. അപ്പോൾ നമ്മൾ കുട്ടിയോട് എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? കുട്ടിക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും കുട്ടി ഫിസിക്കലി ചിലപ്പോൾ ഒരാളെ തൊടേണ്ടി വരും എന്നുള്ളൊരു കാര്യം നമ്മൾ കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മൾ പലപ്പോഴും ഈ സെക്ഷൽ അബ്യൂസുകളൊക്കെ കുട്ടികൾ നേരിടുന്ന ചില സിറ്റുവേഷൻസിൽ ഇവർക്കിത് നമ്മളോടൊന്ന് പറയാനുള്ളൊരു സ്പേസ് പോലും കിട്ടാത്തത്, അതായത് മുതിർന്ന ഒരാൾ അതിനകത്ത് ഇൻവോൾവ് ആവുമ്പോൾ കുട്ടി അതങ്ങനെ ചെയ്യണം, അതല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യുന്നത് ഒരു തെറ്റാണോ, അതിന് ഈ കുട്ടിയുടെ ഭാഗത്താണോ മിസ്റ്റേക്ക്, അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് കുട്ടിയുടെ ഭാഗത്താണോ മിസ്റ്റേക്ക് എന്നുള്ളത് കുട്ടികൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ക്ലിയർലി അവർക്ക് തലയിൽ ചെറുതിൽ തൊട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ്, അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ അവർ ടച്ച് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ കുട്ടികളോട് നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യമാണ്, കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ അവർ തൊടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഒരാളിപ്പോൾ കുട്ടിയെ തൊടുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ കൺസെൻറ്റ് അതിന് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാവണം. അതായത് അവരുടെ നോയ്ക്കൊരു വാല്യൂ ഉണ്ട് എന്നുള്ള കാര്യം. അതിപ്പം ഈവൻ നമ്മൾ പേരൻസ് ആണെങ്കിൽ പോലും ചില സമയത്ത് കുട്ടികളോട് അത്തരത്തിലുള്ള റെസ്പെക്റ്റ് കാണിക്കണം. കാരണം ഈ ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ. നമ്മൾ കുട്ടികളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളോട് പെർമിഷൻ ചോദിക്കുക എന്ന് പറയുന്നത് അതിനകത്ത് നമ്മളൊരു ഈഗോ വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് കുട്ടികളോട് ചോദിക്കാം, ഞാനൊരു ഉമ്മ തരട്ടെ, അല്ലെങ്കിൽ എനിക്കൊരു ഉമ്മ തരാമോ? അതിനൊരു നോ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടെ, ആർ യു ഓക്കെ, അല്ലെങ്കിൽ ആൻറ്റിക്ക് ഒരു ഹഗ് തരുമോ എന്ന് ചോദിച്ച് കുട്ടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുക. അതുപോലെ തന്നെ കുട്ടികളുടെ അടുത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതായത് കുട്ടികൾക്ക് ഒരു വല്ലാത്ത ഫീലായിരിക്കും. ഇപ്പോൾ ഒരാളോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് വിചാരിക്കും, ഒരു ഹഗ് ചോദിച്ചു അല്ലെങ്കിൽ ഒരു കിസ് തരുമോ എന്ന് ചോദിച്ചു, അപ്പോൾ കുട്ടിക്ക് അത് ഇഷ്ടമല്ല. അപ്പോൾ വാട്ട് ഈസ് നെക്സ്റ്റ്, എങ്ങനെ ആ സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോകും എന്നുള്ളത് കുട്ടികൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സ് പറഞ്ഞു കൊടുക്കാം. ഇപ്പം നമുക്ക് ഈ ഫിസിക്കലി അവരോട് ഇൻറ്റിമേറ്റ് ആവാൻ താല്പര്യമില്ലാത്തൊരു സമയത്ത് ഒരു ഹൈഫൈ കൊടുക്കാം. അതാകുമ്പോൾ വലിയ അല്ലേ, നോ ഹാം അല്ലേ, ഒരു ഹൈഫൈ കൊടുക്കാം. അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു ടച്ച് കൊടുക്കാം. അതുപോലെ ഒരു ഫ്ലൈയിങ് കിസ് കൊടുക്കാം അല്ലേ. അങ്ങനെയുള്ള ചില ഓൾട്ടർനേറ്റ്, ഞാനൊരു ഫ്ലൈയിങ് കിസ് തന്നാൽ മതിയോ, അല്ലെങ്കിൽ അങ്ങനത്തെ ചില ഓപ്ഷൻസിലേക്ക് മാറാൻ കുട്ടികളെയും കൂടെ പഠിപ്പിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നോ പറയാൻ കുട്ടികൾക്കും ചിലപ്പം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അവരെന്ത് വിചാരിക്കും എന്നുള്ള കൺസേൺ ഉള്ളവരാണ് കുട്ടികളും. അപ്പോൾ ചില സമയത്ത് കുട്ടികൾ ഇങ്ങനെ മുതിർന്ന് വരുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികൾ പറയും, ഞാൻ ഡ്രസ്സ് മാറാണ്, അമ്മ ഒന്ന് പുറത്ത് നിൽക്കൂ, അല്ലെങ്കിൽ ഞാൻ തന്നെ കുളിച്ചോളാം, അമ്മ പുറത്ത് നിൽക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പോൾ അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിലും ഒക്കെ പറയുന്നൊരു ഡയലോഗുണ്ട്, പിന്നെ ഞങ്ങൾ കാണാത്തതല്ലേ. നമ്മൾ അവരുടെ ഒരു ഗ്രോയിങ് പ്രോസസ്സിൽ അവർ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് പലപ്പോഴും നമ്മൾ അഡ്മിറ്റ് ചെയ്യില്ല. അതുപോലെ ചില കുട്ടികൾക്ക് ഈ പത്മയ്ക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ക്ലിയർ ആണ്, അവൾക്കൊരു ഫിസിക്കൽ ബോർഡർ അവൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവൾക്ക് വളരെ അവളുടെ ഒരു സർക്കിൾ, അത് കുഞ്ഞിലെ തൊട്ട് അങ്ങനെയാണ്. അവൾക്ക് വളരെ ഇൻറ്റിമേറ്റ് സർക്കിളിലുള്ള ചില ആളുകളല്ലാതെ ആരും അവളെ ഹഗ് ചെയ്യുന്നത്, അവളെ ഇങ്ങനെ മുഖത്ത് പിടിക്കുന്നത്, ഉമ്മ വെക്കുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ല. ചില കുട്ടികൾ അങ്ങനെയാണ്. ചില കുട്ടികൾ അതിനകത്ത് വളരെ ഓക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ ആ കുട്ടി അത് കൃത്യമായിട്ടൊരു വിമുഖത അതിനോട് കാണിക്കുന്നുണ്ടെങ്കിൽ വി ഷുഡ് റെസ്പെക്ട് ദാറ്റ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു കുട്ടി, ഒരു 10-15 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയുടെ മെസ്സേജ് ഞാൻ വായിച്ചു. അപ്പോൾ ആ കുട്ടി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കുട്ടിക്ക് ഒരു പ്രായത്തിൽ ചില ഫിസിക്കൽ അബ്യൂസുകൾ
നേരിടേണ്ടി വന്നിട്ടുണ്ട് വളരെ ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ള റിലേറ്റീവ്സിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ കുട്ടിക്ക് ഇത് അമ്മയുടെ അടുത്ത് ഇവളുടെ കുട്ടിക്കാലത്ത് ഇവർക്ക് ഇത് അമ്മയോട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇതിനിപ്പോൾ ഇവളുടെ മിസ്റ്റേക്ക് കൊണ്ടാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിപ്പോയത്, പലപ്പോഴും വിക്ടിം ആവുമ്പോൾ നമുക്കൊരു ഗിൽറ്റ് ഫീൽ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്നുള്ള ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു കുട്ടിക്ക്. അപ്പോൾ ഇവളിത് അമ്മയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് അവരെ ഇഷ്ടമല്ല, എനിക്ക് അവരുടെ അടുത്തേക്ക് പോകുന്നത് ഇഷ്ടമില്ല എന്നാണ് ഇവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അമ്മയ്ക്ക് ഒരിക്കലും മനസ്സിലായില്ല. അത് വേറെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലായി. അപ്പോൾ അമ്മ പറഞ്ഞു, അവർക്കെന്താ കുഴപ്പം, നിനക്ക് എന്തിൻ്റെ അഹങ്കാരമാണ്, അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ എന്നാണ് അമ്മ പറഞ്ഞിരുന്നത്. അപ്പോൾ പലപ്പോഴും ഇത് ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് പോലും നമുക്കില്ലാതെ വരുന്നത് കുട്ടിയുടെ കൺസെൻറ്റ് ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ ചിലർ കുട്ടികളെ തൊടും, അല്ലെങ്കിൽ കുട്ടി ചിലരെ തൊടേണ്ടി വരും എന്നുള്ളൊരു കാര്യം നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് അതങ്ങനെ അവരുടെ തലയിൽ വന്നു പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചില ബോർഡേഴ്സ് നമ്മൾ ക്ലിയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ചില കാര്യം, കുട്ടിയുടെ കയ്യിലുള്ളൊരു സാധനം നമ്മളിപ്പോൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് തരുമോ എന്ന് ചോദിച്ചിട്ട് കുട്ടിയുടെ കൺസെൻറ്റോട് കൂടി അതെടുക്കുന്നതും, ഇതിപ്പോൾ ഞാൻ എടുക്കും, നീ എന്ത് ചെയ്യും എന്നുള്ള തരത്തിൽ ബിഹേവ് ചെയ്യുന്നതും. അപ്പോൾ കുട്ടി ഇത് തന്നെയാണ് പഠിക്കുന്നത്. നാളെ എനിക്ക് വേറൊരാളോട് ഇങ്ങനെ ചെയ്യാം, ഈ കൺസെൻറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് കുട്ടി പഠിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ കുട്ടികളെ ഭയങ്കരമായിട്ട് ഇക്കിളിയിടും. അപ്പോൾ കുട്ടികൾ ഇതിനിടയ്ക്ക് പറയുന്നുണ്ടായിരിക്കും, വേണ്ട എനിക്ക് വയറുവേദന എടുത്തു മടുത്തു നിർത്ത് എന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മൾ ഈ നോ നമ്മൾ പലപ്പോഴും കേൾക്കില്ല. കാരണം നമുക്കൊരു രസമാണ്, അപ്പോൾ കുട്ടി രസിക്കുന്നുണ്ടെന്ന് നമ്മുടെ വിചാരം. അപ്പോൾ കുട്ടികളുടെ കുഞ്ഞു നോ ഉണ്ടല്ലോ, ചില കാര്യത്തിൽ അവർ നോ പറയുമ്പോൾ അത് ശ്രദ്ധിക്കണം. അതെന്തുകൊണ്ടായിരിക്കും അവരത് പറയുന്നത്. ഇപ്പോൾ ചില ആളുകളോട് അവരൊരു വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും റെസ്പെക്റ്റ് ചെയ്യണം. ആൻഡ് ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ആസ് എ ഗസ്റ്റ് നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പോവുകയാണെങ്കിൽ അവിടെ കുട്ടികളുണ്ടെങ്കിൽ അവരിപ്പോൾ നമ്മളുമായിട്ട് എത്ര ബ്ലഡ് റിലേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ എത്ര നമുക്ക് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ പോലും, ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സുഹൃത്തിനോടുള്ള സ്നേഹം തന്നെ നമുക്ക് അവരുടെ കുട്ടിയോടും ഉണ്ടാവും. പക്ഷേ കുട്ടിക്ക് തിരിച്ചതിങ്ങനെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മളൊന്ന് കെട്ടിപ്പിടിക്കുമ്പോഴേക്കും കുട്ടി ഒരു വിമുഖത കാണിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്താ തോന്നുന്നത്, നമ്മുടെ ഈഗോ അത് ഹേർട്ട് ചെയ്യും. അപ്പോൾ പലപ്പോഴും നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും, നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ലോക്കിട്ട് പിടിച്ചു വെച്ചിട്ട് നീ ഒന്ന് പോകുന്നത് കാണട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാമനോ ഒരു ചേട്ടനോ ഒരു ആൻറ്റിയോ അമ്മായിയോ ആരെങ്കിലുമൊക്കെ നമ്മുടെ സർക്കിളിലുണ്ടായിരിക്കും. അതെല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ ഈ കുട്ടിക്കാലത്ത് എൻ്റെ വീടിനടുത്തൊരു അങ്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ കക്ഷീനെ എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ വളർന്ന് വരുന്ന ഒരു പ്രായമായപ്പോഴേക്കും എനിക്ക് ആളോട് ഭയങ്കര ക്ലിയറായിട്ട് എനിക്കൊരു പ്രശ്നം ഫീൽ ചെയ്ത് തുടങ്ങി. വേറെ പ്രശ്നം ഒന്നുമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുള്ളിയുടെ വീട്ടിൽ കൂടെ പാസ് ചെയ്യുന്ന സമയം, അല്ലെങ്കിൽ നമ്മൾ ഈ അയൽവക്കമൊക്കെ ആകുമ്പോഴേക്കും നമ്മളെപ്പോഴും കയറി ഇറങ്ങി നടക്കുന്ന അങ്ങനത്തെ റിലേഷൻസ് ഉള്ള വീടുകളുണ്ടല്ലോ, അങ്ങനെയുള്ള വീടുകളിലൊന്നായിരുന്നു. അപ്പം നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് പുള്ളി നമ്മുടെ ബട്ടക്സിൽ ഇങ്ങനെ തട്ടിവിടും. അപ്പോൾ തീരെ ചെറുതായിരുന്നപ്പോൾ നമുക്കത് അത്ര വലിയ നമ്മൾ നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും കുറച്ചുകൂടെ കഴിയും തോറും നമുക്കിത് ഭയങ്കര ഡിസ്കംഫർട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം നമ്മളിത് ക്ലിയറായിട്ട് അപ്പം നമുക്ക് ഇയാളുടെ അടുത്തേക്ക് പോകാൻ നമുക്ക് ഇഷ്ടമില്ലാതെ വരും. അപ്പോൾ ഇത് പക്ഷേ അപ്പോഴത്തെ വിചാരം എന്താ, നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒഫൻസീവ് ആവും, നമ്മളങ്ങനെ മൂത്തവരോട് പറയാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മളങ്ങനെ പറഞ്ഞാൽ പോലും ഒരു വാല്യൂ കിട്ടില്ല എന്നുള്ള തോട്ടൊക്കെ ആയിരുന്നു അന്ന് എൻ്റെ തലയിലുണ്ടായിരുന്നത്. അന്ന് ഞാനും ഇതുപോലെ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അമ്മ എനിക്ക് ആ മാമനെ തീരെ ഇഷ്ടമില്ല കേട്ടോ, എന്തോ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് അയാളുടെ അടുത്ത് പോകുന്നത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ നിനക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അമ്മ എന്നോട് കുറേ കുത്തി ചോദിച്ചു എന്താന്ന്. പക്ഷേ എനിക്കിത് പറയാൻ തന്നെ എനിക്കെന്തൊരു വിഷമമായിരുന്നു. അപ്പോൾ പിന്നീട് ഇപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറയട്ടോ, ഇന്ന കാര്യം കൊണ്ട് ഇയാൾക്ക് ഈ ഒരു അടിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് പിന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളോട് പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലെ ചെറിയ പ്രശ്നങ്ങളാണ്. കുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുട്ടി ഒരാളെ തൊടേണ്ട കാര്യമുള്ളൂ. അതുപോലെ കുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാൾ കുട്ടിയെ സ്പർശിക്കേണ്ട കാര്യമുള്ളൂ. ഇനി കുട്ടിക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ അവരുടെ കൺസെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോ എന്നുള്ളത് നോ ആണ്. അതിപ്പോൾ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കുട്ടിയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവർ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ പോലും അവരുടെ ഒരു ഫ്രണ്ട് എനിക്ക് തൊടുന്നത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, നിൻ്റെ കൂട്ടുകാരിക്ക് അല്ലെങ്കിൽ കൂട്ടുകാരനെ നീ തൊടുന്നത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് അങ്ങനെ തൊടുന്നത് ചിലപ്പോൾ ഇഷ്ടമുണ്ടായിരിക്കില്ല. അപ്പോൾ അതൊരു നോ തന്നെയാണ്, അതിനെ നമ്മൾ വാല്യൂ ചെയ്യണം എന്ന് നമ്മൾ നമ്മുടെ കുട്ടികളോടും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് എനിക്ക് സംസാരിക്കണമെന്ന് ഫീൽ ചെയ്തത്. അത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്ത കാര്യമാണ്. നമ്മളിപ്പോൾ സെക്ഷൽ എഡ്യൂക്കേഷനൊക്കെ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തൊട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു ബേസ് ഉണ്ടാക്കാൻ ഈ ഒരു കൺസെൻറ്റ് എന്ന് പറയുന്നത്, അവരുടെ കൺസെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്ക് നോ പറയാനുള്ള വോയിസ് ഉണ്ട് എന്നുള്ളൊരു തോട്ട് കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ തൊട്ട് ഉണ്ടാക്കി കൊടുക്കണം. അത് നമ്മൾ പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺ ചെയ്യാനുണ്ടാവും ഡെഫിനറ്റായിട്ടും. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്ലീസ് ഡു കമൻറ്റ്. നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. കൂടുതൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഓപ്പൺ അപ്പ് ആവാം. വിത്ത് ദാറ്റ് നോട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വേറെ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ